മുംബൈ പണം കുറവായിരുന്നു കയ്യിൽ. പക്ഷേ അവർ വിളിച്ചെടുത്ത സമയത്ത് ഓരോ താരങ്ങളെ ലക്ഷ്യമിട്ട് വിളിച്ചെടുക്കുന്നത് നമ്മൾ കണ്ടു. ഓരോ തവണ ഓരോ താരങ്ങളെ എടുക്കുമ്പോഴും പരസ്പരം ഇപ്പം അംബാനിയുടെ മകൻ അവർ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷത്തിലാണ് അവർ. ഞങ്ങൾ എന്താണോ ലക്ഷ്യമിട്ടത് അത് നേടി എന്നുള്ളതാണ്. മുംബൈയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ അതിലേക്ക് വലിയ താരങ്ങളൊന്നും വേണ്ട. പക്ഷേ അതിലേറ്റവും മനോഹരമായത് ക്വിൻ്റൺ ഡീകോക്കിനെ കൊണ്ടുവന്നത് തന്നെയാണ്. 1 കോടി രൂപയ്ക്കാണെങ്കിലും ഡീകോക്കിനോട് തിരികെ വരാൻ പറഞ്ഞിരിക്കും. എന്താണ് സാർ ഇപ്പോൾ ദിലീപ് സാർ ഡീകോക്ക് വേണം എന്ന് തീരുമാനിക്കാൻ എന്തായിരിക്കും? അത് രോഹിത് ശർമ്മയായിട്ടുള്ള പണ്ടുള്ള ഓപ്പണിംഗ് കോമ്പിനേഷൻ അവർ അണ്ടർസ്റ്റാൻഡിംഗ് എന്നാണ് മുംബൈ ഇന്ത്യൻസ് മാനേജ്മെൻറ്റ് പറഞ്ഞത്. അത് രോഹിത് ആവശ്യപ്പെട്ടു എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ അവതരിപ്പിച്ചത്. ഡിക്കോക്കിനെ വേണം. ആ ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷനും ഇപ്പം ഡിക്കോക്ക് നല്ല ഉഗ്രം ഫോമിലാണ്, രോഹിത് ഉഗ്രം ഫോമിലാണ്. അപ്പോൾ രണ്ടുപേർക്കും ശരിക്കും ഒരു IPL തിരിച്ചു വരവിനുള്ള സാധ്യതയാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 4-5 കൊല്ലമായിട്ട് രോഹിത് അങ്ങനെ തിളങ്ങിയിട്ടില്ല ശരിക്കും IPL. ഡിക്കോക്കും അവിടെ ഇവിടെ ഓരോ ഇന്നിങ്സ് കളിക്കുക എന്നല്ലാതെ ഒരു കൺസിസ്റ്റൻറ്റ് പെർഫോമർ, ഏറ്റവും കൺസിസ്റ്റൻ്റായി കളിച്ചിട്ടുള്ളത് മുംബൈ പ്ലെയർ ആയിരുന്നു ഇപ്പം തന്നെയായിരുന്നു. സഫാൻ, ഈ മുംബൈയെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരുപാട് താരങ്ങളെ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു ചാമ്പ്യന്മാരാകാനുള്ള എല്ലാ കരുത്തുള്ളൊരു ടീം നിരയാണല്ലോ മുംബൈയെ സംബന്ധിച്ചിടത്തോളം. ഈ ഇന്നലത്തെ ഓപ്ഷനിൽ മുംബൈയുടെ ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു? അവർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ചുരുങ്ങിയ ക്യാഷ് കൊണ്ടാണ് അവർ ലേലത്തിന് വന്നിട്ടുള്ളത്. ആകെ ഒരു 2 കോടിയിലേറെ മാത്രമേ ബാക്കിയുള്ളൂ. കാരണം അവർക്കൊരു കോർ ടീം എല്ലാ കാലത്തും സൂക്ഷിക്കുന്ന ടീമാണ്, ചെന്നൈയെ പോലെ തന്നെ. ഒരൊറ്റ കാര്യം പറയാൻ, ഈ ലേലത്തിന് വരുന്നതിന് മുമ്പ് അവർ ഷെഫീൻ റദർഫോർഡിനെ കൊണ്ടുവന്നു. അത് ഒരു ഗ്യാപ്പായിരുന്നു. അത് ഒരു ഫിനിഷർ, ക്ലോസർ, ആ ഒരു റോളിൽ ഒരാളെ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർ ലേലത്തിൽ വാങ്ങിയിട്ടുള്ളത് ക്വിൻ്റൺ ഡീകോക്കിനാണ്. അപ്പോൾ ക്വിൻ്റൺ ഡീകോക്ക് വരുമ്പോൾ സ്വാഭാവികം സംഭവിക്കുക മറ്റൊരു സൗത്ത് ആഫ്രിക്കൻ ഓപ്പണർ അവിടെ ഉണ്ട്. റിയാൻ റിക്കിൾട്ടൺ ഏതാണ്ട് ആവശ്യമില്ലാതെ വരുന്ന സ്ഥിതിയാണുള്ളത്. കാരണം ഡീകോക്കാണ് ഫാർ ബെറ്ററാണ്, ഒരുപാട് ഷോട്ട്സ് കയ്യിലുള്ള ആളാണ്, ഇന്ത്യൻ കണ്ടീഷൻസിൽ അതിമനോഹരമായിട്ട് കളിക്കുന്ന ആളാണ്. നമ്മളിപ്പോൾ ഈ T20 സീരീസിലും കണ്ടു. കൂടാതെ നേരത്തെ മുംബൈയിലുള്ള ആളാണ്, സാർ പറഞ്ഞ പോലെ രോഹിതുമായിട്ടുള്ള റാപ്പാണ്. നമ്മൾ മുംബൈയുടെ ഒരു പോസിബിൾ ലൈനപ്പ് നമുക്കൊന്ന് നോക്കാം. ഓപ്പണിംഗ് എന്തായാലും രോഹിത് ശർമ്മയായിരിക്കും ഉണ്ടാവുക. കൂടെ ക്വിൻ്റൺ ഡീകോക്ക് തന്നെ എത്തും. 3-ാം നമ്പറിൽ സൂര്യകുമാർ യാദവ് എത്തും. 4-ാം നമ്പർ തിലക് വർമ്മ, 5-ാമത്തേത് ഹർദിക് പാണ്ഡ്യ, പിന്നീട് നമന്ധർ, പിന്നെ ഫിനിഷർ റോള് ഷെർഫൈൻ റദർഫോർഡാണ്. പിന്നെ മിച്ചൽ സാന്നർ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിലും ഷെർഫൈൻ റദർഫോർഡിന് തന്നെയാണ് സാധ്യത. പിന്നീട് 8-ാമനായി ഷർദുൽ ടാക്കൂറോ അല്ലെങ്കിൽ ദീപക് ചഹാറോ, 9-ാമനായി ജസ്പ്രീത് ബുംറ, 10-ാമനായി അശ്വിനി കുമാറോ അല്ലെങ്കിൽ മായന്റ് മർഖാണ്ടയോ ആയിരിക്കും ഉണ്ടാകുക. പിന്നീട് ഓപ്ഷൻസ് ഉണ്ട്. ട്രെന്റ് ബോൾട്ടിനെ എനിക്ക് തോന്നുന്നു ഫോമൊക്കെ അനുസരിച്ചായിരിക്കും ടീമിൽ ഉണ്ടാകുക എന്നുള്ളത്. അഫ്ഗാൻ സ്പിന്നറുകൾ. അത് നമ്മൾ മറ്റൊരു രസകരമായ കാര്യം പറയുന്നത്, മുംബൈ നേരത്തെ പറഞ്ഞ പോലെ ആകെ ചെറിയൊരു തുക കൊണ്ടാണ് ലേലത്തിന് വന്നത്. എന്നിട്ടും അവർ കമറൂൺ ഗ്രീനെ കണ്ടപ്പോൾ കമറൂൺ ഗ്രീൻ്റെ പേര് വിളിച്ചല്ലോ. കാരണം ഏതായാലും കമറൂൺ ഗ്രീൻ ഒരു 10 കോടിക്ക് മുകളിൽ പോകുന്ന ഉറപ്പുള്ള ആളാണ്. എന്നിട്ടും മുംബൈയാണ് ആദ്യം ഒന്ന് വിളിച്ചു നോക്കി. അത് ഭയങ്കര ട്രോളായി. അപ്പൊ അതില് അതെ അല്ല, അവര് വിട്ട കളിക്കാരൻ. അതെ, അപ്പൊ ആദ്യ സീസൺ മുംബൈക്കാണ് അതിൽ എന്നിട്ട് അവരുടെ ഓണേഴ്സ് പറഞ്ഞു ചെയ്തു, ഈ കമറൂൺ ഗ്രീൻ ഞങ്ങളുടെ പാർട്ടായിട്ടുള്ള ആളായിരുന്നു, അപ്പൊ അദ്ദേഹത്തോടുള്ള റെസ്പെക്ട് കൊണ്ട് കൂടിയാണ് ഇത് പൊക്കിയത്. പക്ഷെ ഞാൻ ഈ ഇന്നലെ അത് നിരന്തരം കണ്ടപ്പോഴേ ഞാൻ മുംബൈ ഒരു പക്ഷേ കേരളത്തിൽ നിന്നൊരു താരത്തെ പിക്ക് ചെയ്യും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു, ജിക്കു ബ്രൈറ്റിനെ. അതിനൊരു കാരണം ഉണ്ടായിരുന്നു സാർ. അതായത് ജിക്കു ബ്രൈറ്റ്, ഞാൻ ഈ ഓപ്ഷന് മുമ്പ് ദിവസങ്ങൾക്ക് മുമ്പ് ജിക്കുമായിട്ട് സംസാരിച്ചിരുന്നു. ജിക്കു എന്ന് പറയുന്ന പ്ലെയർ 26 വയസ്സ് വരെ ടെന്നീസ് ബോളിൽ മാത്രം കളിച്ചൊരു പ്ലെയറാണ്, പേസ് ബോളറായിരുന്നു. അപ്പോൾ ഈ ജിക്കുവിനോടും ക്യാമ്പിലെത്തി ഞാൻ മനസ്സിലാക്കി, സദ്ദാം എന്ന് പറയുന്ന ഒരു കോച്ചാണ്, അദ്ദേഹം പറഞ്ഞു ക്രിക്കറ്റ് ബോളിൽ എറിയാൻ വന്നു, പേസ് ബോളറാണ്, പേസ് എറിയണ്ട, നീ സ്പിൻ എറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര സങ്കടത്തിലായി നിരാശയിലായി ജിക്കു. പക്ഷേ അവന് എറിഞ്ഞു, വളരെ കൃത്യമായ ലൈനിൽ ലെങ്ത് ഒക്കെ. അപ്പോൾ അവൻ്റെ ബോളിംഗ് ആക്ഷൻ, കേരളത്തിൻ്റെ സീനിയർ ടീമിനൊപ്പം പരിശീലനത്തിന് പോയിരുന്നു. ബോളിംഗ് ആക്ഷൻ കണ്ടിട്ട് മുംബൈ അവനെ കഴിഞ്ഞ തവണ നെറ്റ്സിലെറിയാൻ 2 ദിവസത്തേക്ക് കൊണ്ടുപോയി. 2 ദിവസത്തേക്ക് കൊണ്ടുപോയ സമയത്ത് ജിക്കുവിനോട് പറഞ്ഞു, എന്നാൽ നീ സ്ഥിരമായിട്ട് ടീമിനൊപ്പം നിന്നെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം കംപ്ലീറ്റ് ടീമിനൊപ്പം യാത്ര ചെയ്തു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവർ തന്നെയാണ് ജിക്കുവിൻ്റെ പേര് ഓപ്ഷൻ ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നത്. 2 തവണ ജിക്കുവിൻ്റെ പേര് ഓപ്ഷൻ ടേബിളിൽ വന്നിരുന്നു, 2 തവണ വന്നിരുന്നു. പക്ഷേ എടുത്തില്ല എന്നുള്ള ഒരു നിരാശാക്കാര്യത്തിലുണ്ട്. ഒരു പക്ഷേ പിക്ക് ചെയ്യുന്നു, വിഘ്നേഷിൻ്റെ ഒരു ഗ്യാപ്പിലൊക്കെ നമ്മൾ എടുക്കുമെന്ന് പ്രതീക്ഷയാണ്. പക്ഷേ നല്ല ഭാവി ഉണ്ടാവും. 27 വയസ്സായതേ ഉള്ളൂ, പരിശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് താരങ്ങൾ എന്നുള്ളതാണ് ഇതിൽ. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടത്, 25 ആളുള്ള സ്ക്വാഡാണ്. ഈ IPL തുടങ്ങുന്നത് T20 ലോകകപ്പ് കഴിഞ്ഞിട്ട്.
അത് ഉറപ്പായിട്ടും എല്ലാ സ്ക്വാഡിലും 25 ഒരു 2-3 പരിക്ക് വരും ഉറപ്പായിട്ടും. അപ്പോഴാണ് ഇങ്ങനെ പല കളിക്കാരെയും അവർ വിളിക്കുക, അറിയണ കളിക്കാരെ അവർ വിളിക്കുക. ക്രിസ് ഗെയിലൊക്കെ അങ്ങനെയാണ് IPL തിരിച്ചു വന്നത്, അത് ഓർമ്മിക്കണം. ഡേർക്ക് നാനസിന് പരിക്ക് വന്നിട്ടാണ് ക്രിസ് ഗെയിലിനെ തിരിച്ച് RCB വിളിക്കേണ്ടത്, KKR ഒഴിവാക്കിയ കളിക്കാരന്. അപ്പം അതുപോലെ ഇപ്പോൾ ജിക്കു ആയാലും വേറെ പല കേരളത്തിൽ നിന്ന് സൽമാൻ നിസാറിനൊന്നും ബിഡ് കിട്ടിയിട്ടില്ല. ഇവരൊക്കെ ടീംസ് നോക്കി ആവശ്യപ്പെട്ട് ലിസ്റ്റിൽ പെടുത്തിയ കളിക്കാരാണ്. അപ്പം തീർച്ചയായിട്ടും അവർക്ക് ഇനിയും ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, വെയിറ്റ് ചെയ്യാം. നമ്മൾ RCBയിലേക്ക് ഒന്ന് പോകാൻ തോന്നുന്നു അല്ലേ? RCB എന്ന് പറയുമ്പോൾ ഈ ഓപ്ഷനിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ചത് വെങ്കടേഷ് അയ്യരെ RCB അവരുടെ തട്ടകത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. പക്ഷെ അതിൽ രസകരമായത് ഈ വെങ്കടേഷ് അയ്യർക്ക് വേണ്ടി കൊൽക്കത്ത വളരെ സജീവമായി രംഗത്തുണ്ടായിരുന്നു. 25 കോടിക്ക് വാങ്ങി റിലീസ് ചെയ്തിട്ട് 5 കോടിക്ക് എടുക്കാം അല്ലെങ്കിൽ 6 കോടിക്ക് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. സഫാൻ, വെങ്കടേഷ് അയ്യർ RCBയുടെ നിരയിലെത്തുമ്പോൾ അത് എത്രമാത്രം ഒരു കരുത്ത് പകരുന്നതാണ്? അതിനുള്ളൊരു സ്ലോട്ട് അവിടെ ബാക്കിയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ 3-ാം നമ്പറിലായിരിക്കും വെങ്കടേഷ് അയ്യർ വരാൻ സാധ്യത. ഫിൽസോൾട്ട് കോഹ്ലി ഓപ്പണിംഗ് ആയിരിക്കും, 3-ാം നമ്പറിലായിരിക്കും വെങ്കടേഷ് അയ്യർ വരിക. പിന്നീട് അവിടെ ഉള്ളൊരു ഓപ്ഷൻ ദേവദത്ത് പടിക്കലാണ്. പക്ഷേ ദേവദത്ത് പടിക്കലിന് ഇമ്പാക്റ്റ് ആയിട്ട് ഉപയോഗിക്കാനാണ് സാധ്യത. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള T20 ബാറ്റർ വെങ്കടേഷ് അയ്യരാണ്. പിന്നീട് 7 കോടി, നമ്മൾ 25 കോടിക്ക് വെങ്കടേഷ് അയ്യരെ താരതമ്യം ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു പക്ഷേ അതിനൊത്ത പെർഫോമൻസ് ഇല്ലെങ്കിലും 7 കോടിക്ക് എന്തുകൊണ്ടും മികച്ച ഡീലാണ്. നമ്മൾ ഏത് സ്വാമി ചെറിയ ഗ്രൗണ്ട് ഈഡൻ ഗാർഡൻസ് നോക്കുമ്പോൾ വെങ്കടേഷ് അയ്യർ ഒരു നല്ല 6 ഹിറ്ററാണ്. അപ്പം ആ ചെറിയ പോസ്റ്റഡ് സ്റ്റാമ്പ് ബൗണ്ടറി വെച്ചിട്ട് ചിലപ്പോൾ ഷൈൻ ചെയ്യാൻ സാധ്യതയുള്ളൊരു കളിക്കാരൻ. യെസ്. പിന്നെ ഈ വെങ്കടേഷ് അയ്യർ ഇപ്പോൾ മുസ്താഖ് അലി ട്രോഫിയിൽ മികച്ച രീതിയിൽ ബാറ്ററാണ്. ഇപ്പോൾ ഈ അടുത്ത് 2 ദിവസം മുന്നത്തെ, അതായത് ഓപ്ഷൻ്റെ തലേന്നുള്ള കളിയിൽ 43 ബോൾ അദ്ദേഹം 70 അടിച്ചിട്ട് ഫോമിലാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കോടിക്ക്, അത് 7 കോടിക്ക് എന്തുകൊണ്ടും മികച്ചൊരു ഡീലാണ്. പിന്നെ നമ്മളതിൽ പറയേണ്ട മറ്റൊരു താരം കൂടിയുണ്ട്. ഒരു മങ്കേഷ് എന്ന് പറയുന്ന ഒരു മധ്യപ്രദേശിൽ നിന്നുള്ളൊരു താരത്തെ RCB വാങ്ങിയിട്ടുണ്ട്. അതായത് 5 കോടിയിലേറെ കൊടുത്തിട്ടാണ് ഈ ബോളറെ കൊണ്ടുവരുന്നത്. ഈ യാഷ്ദയാലിനുള്ളൊരു ബാക്കപ്പ് ഓപ്ഷനാണ്. കാരണം യാഷ്ദയാൽ റേപ്പ് കേസിൽ പെട്ടിട്ട് അടുത്ത സീസൺ ഉണ്ടാവില്ല എന്നൊന്നും ഉറപ്പായില്ല. അപ്പോൾ ഒരു ബാക്കപ്പ് ആയിരുന്നു. അല്ലാതെ ഏറ്റവും രസകരമായ കാര്യം, മധ്യപ്രദേശിന് ഈ പ്ലെയർ അരങ്ങേറിയിട്ട് ആകെ 2 ദിവസമേ ആയിട്ടുള്ളൂ. ഈ ഞായറാഴ്ച അരങ്ങേറിയ താരത്തെയാണ് ലേലത്തിൽ RCB കൊണ്ടുവരുന്നത്. അതും ആ അരങ്ങേറിയ മത്സരത്തിൽ രജിത് പട്ടിദാർ മുമ്പേ കണ്ടിട്ടുള്ള കളിക്കാരൻ. യെസ്, അതെ, രജിത് പട്ടിദാർ മധ്യപ്രദേശാണ്. ഈ വെങ്കടേഷ് അയ്യരും മധ്യപ്രദേശിന്റെ പ്ലേയേഴ്സാണ്. അപ്പോൾ ആ ഒരു റൂട്ടിലൂടെയാണ് വരുന്നത്. അപ്പോൾ അന്ന് ഇറങ്ങിയ കളിയിൽ അദ്ദേഹം 40-ലേറെ റൺസ് കൺസീഡ് ചെയ്തിട്ടും അദ്ദേഹത്തെ വാങ്ങാൻ കാരണം അദ്ദേഹം മധ്യപ്രദേശിലെ T20 ലീഗിൽ വളരെ മികച്ച രീതിയിൽ ബോൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ നടരാജനെയൊക്കെ പോലെ മികച്ച രീതിയിൽ യോർക്കറൊക്കെ എറിയാൻ സാധിക്കുന്ന ഒരു താരമാണ്. അപ്പോൾ ഒരു മങ്കേഷ് എന്ന് പറയുന്ന ഒരു താരത്തെ കൂടി RCB എത്തിച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ RCBക്ക് കൂടുതൽ താരങ്ങൾ വേണ്ട, കാരണം ഓൾറെഡി ചാമ്പ്യന്മാരായിട്ടുള്ളൊരു ടീമാണ്. അപ്പോൾ അവർക്ക് ഓൾറെഡി ഒരു കവർ നന്നായി വാങ്ങിയിട്ടുണ്ട്. ജേക്കബ് ഡഫി കൃത്യമായിട്ട്, ജോഷ് ഹേസൽവുഡ് എങ്ങാനും ഫിറ്റ് അല്ലെങ്കിൽ ബാക്കപ്പ് ആയിട്ടാണ് ജേക്കബ് ഡഫിയെ വാങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലിവിങ്സ്റ്റൺ ആണ് RCB റിലീസ് ചെയ്തൊരു താരം. പക്ഷെ അതിന് പകരം ജേക്കബ് ബെത്തൽ ഉള്ളതുകൊണ്ട് അതേ ഇംഗ്ലണ്ടിൽ നിന്ന് താരം തന്നെയാണ്, സ്പിന്നും എറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർ മറ്റു കൂടുതൽ ഇതിലേക്ക് പോയിട്ടില്ല. ആദ്യ റൗണ്ടിൽ വന്നപ്പം അൺസോൾഡ് ആയിരുന്നു, പിന്നീടാണ് അതിലേക്ക് വന്നത്. ഓക്കെ, പക്ഷെ RCBയെ കുറിച്ച് പറയുമ്പോൾ, പക്ഷേ ഈ സാറ് പറഞ്ഞതിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. കളി നടക്കുമായിരിക്കും. ഇപ്പോൾ വെങ്കടേഷ് പ്രസാദ് KCA പ്രസിഡന്റ് ആയ സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കണക്ഷൻസും അനിൽ കുംബ്ലെ ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ്റെ ഇൻവോൾവ് ആണ്. അവരുടെ ഇൻഫ്ലുവൻസ് വെച്ച് അവർ 100% അത് നടത്തിക്കും, ഉറപ്പാണ്. മറ്റൊന്ന്, അവരുടെ കർണാടക സർക്കാരും ഭയങ്കര ഒരു പ്രസ്റ്റീജാണ്. കാരണം ഈ തമിഴ് പ്രൈഡ് പോലെ കന്നഡിക പ്രൈഡ് ഉണ്ടല്ലോ. ഇപ്പോൾ DK ശിവകുമാറൊക്കെ പലവട്ടം പ്രസ്ഥാനം പറയുന്നുണ്ട് എന്തായാലും തിരിച്ചു കൊണ്ടു. പിന്നെ അവരുടെ സർക്കാരിന് ഭയങ്കര ബ്ലാക്ക് മാർക്കാണ്. IPL പോലും നമ്മുടെ അതിൽ നിന്ന് പോയി എന്ന് പറയുമ്പോൾ കന്നഡയിൽ അത് ഭയങ്കര വൈകാരികമാണ്. അതുകൊണ്ട് തന്നെ അവർ ശ്രമം നടത്തും. വിക്ടറി പരേഡിൽ അവിടുത്തെ മന്ത്രിമാരുൾപ്പെടെ വളരെ സജീവമായി പങ്കെടുക്കുകയും അത് വലിയ വിവാദമാകും. അല്ല, ഇനിയിപ്പോൾ പറയുകയും ചെയ്യാം, അന്ന് ഭാരവാഹികളായിരുന്ന KCA ആൾക്കാരെയൊക്കെ മാറ്റി ഇപ്പോൾ പുതിയ അഡ്മിനിസ്ട്രേഷനാണ്, ഞങ്ങൾ കുറേ കൂടി കെയർ എടുത്തിട്ട് കാര്യങ്ങൾ നടത്തുന്നു. പിന്നെ അതൊരു ഐക്കോണിക് ഗ്രൗണ്ട് കൂടിയാണ് ചിന്നസ്വാമി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു ബിഗ് ഗ്രൗണ്ട്.